അപ്പോൾ മച്ചാമാരെ സമയം ഇപ്പോൾ 6:15. ലുക്കോ പണി തുടങ്ങിയിട്ടുണ്ടല്ലേ? നമ്മളെ സൈറ്റിലെത്തി ഡ്രമ്മുകളൊക്കെ എത്തിച്ച് ലുക്ക് ഇവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രമ്മിൽ. അതേപോലെ തന്നെ തൊട്ട് ഉള്ളിലായിട്ട് നമ്മളെ ഡ്രമ്മുകളിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേപോലെ ഉള്ളിൽ നമ്മളെ സിദ്ധി നമ്മളെ ഈ ഫാമിൽ നിന്നാണ് ഇപ്പോൾ നമ്മളെ മീൻ എടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഡ്രമ്മുകളാണ്. തകൃതിയായ മീൻപിടുത്തം. എന്തായി ഹൈദർ കുറേ കാലമായിട്ട് വന്നിരുന്നില്ല. ഹൈദർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവനെ കാണാനില്ല, അതാണ് പ്രശ്നം. ഓക്കെ, മീൻപിടുത്തത്തിൽ ആശാനാണ് ഇവർ. ഇന്ന് ഇവരാണ് കേട്ടോ അയക്കണത്. കുറേ മീൻ ചത്തിറക്കുന്നുണ്ടല്ലേ? ഇതുണ്ടോ കുറേ മീനോട് ചത്തിറക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പല നേരെ പൊന്തിച്ചിട്ട് കൊട്ടാൻ പറ്റില്ല, പൊന്തിച്ചിട്ട് കൊട്ടാൻ പറ്റില്ല. ഫുൾ ഓടാല്ലേ? ആ കൊട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ല പെട്ടെന്ന് പറ്റാനുസരിച്ചിട്ടേ. ആ ചെറിയ ലെവലിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കൊട്ടിയാൽ മതി. ഞങ്ങളുടെ തൂക്കൽ തുടങ്ങട്ടെ. അപ്പോൾ നമുക്ക് തൂക്കൽ തുടങ്ങാം. അപ്പോൾ വെച്ചാൽ അവരെ രാവിലെ നേരം പരപര പുലർന്നപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. കണ്ട സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരണുള്ളൂ. ലുക്കോ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരണുള്ളൂ. സുപ്രഭാതം. അപ്പോൾ ഇതാ ഞാനും പിന്നെ നമ്മുടെ ബ്രോ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ? ലുക്കോ ഡ്രമ്മുകൾ ഇതാ ഒരു ഗ്ലാസ് ബ്രോ. ഗുഡ് മോർണിംഗ്. അതിലാണോ? ഗുഡ് മോർണിംഗ്. അപ്പോൾ തുടങ്ങല്ല എന്നാൽ തുടങ്ങാം. അപ്പോൾ ഞങ്ങളിനി മീൻ തൂക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുറച്ച് നേരത്തെ എത്തി. ഒന്ന് നേരത്തെ ലോഡാക്കുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നത്. നോക്ക് ലുക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ചടപടാന്നുള്ള പണിയാണ് കൂട്ടാ, സമയമില്ല. അപ്പോൾ മച്ചന്മാരെ മീൻ തരം തിരിക്കുകയാണ്. കാറ്റഗറി മീനിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട്. മീനിൻ്റെ കൊഴുപ്പൊക്കെ ഫുള്ള് കൊഴുപ്പാണ്. മുതലാളിനെ കാണിച്ചു കൊടുക്ക്. അതാണ് നമ്മൾ മുതലാളി, ഇതിൻ്റെ ഓണർ, മീനിൻ്റെ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരും കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. തീർച്ചയായിട്ടും നല്ല കൊയ്പ്പാണ് മീൻ. നമ്മൾ ഐദ്രൊക്കെ നല്ല പണിയിലാട്ടാ. ഐദ്രോ ഹായ്. രാവിലെ 2 മണിക്ക് എണീറ്റുണ്ട്. രാവിലെ 2 മണിക്കല്ല, അതിന് മുമ്പ് നീച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ പോവല്ലേ. ഇങ്ങനെയാണ് തൂക്കണ സിസ്റ്റം. ഞാൻ 2:30 വന്നു കേട്ടോ. അവിടെ വെള്ളം തുറന്നിടാനുള്ളൊരു സമയമാണ്. ഇങ്ങനെ സിദ്ദീഖ് ഇവിടെ എടുക്കണ്ടേ. സിദ്ദീഖൊക്കെ ദിജ്ജലമായ പോരാട്ടമാണ് മീനില്. ബെന്റുള്ള മീൻ ഇട്ടാ നോക്കണേ. ജാസ്തി ആകെ കൊഴുപ്പ് നിറഞ്ഞിട്ടാണ്. അപ്പോൾ വെച്ചാൽ പോരെ സമയം ഇപ്പോൾ ഏകദേശം 8 മണിയാവാറായിട്ടാ. നല്ല മീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോ മീനും ഓരോ ഗ്രേഡായിട്ടാണ് എടുക്കുന്നത്. അതായത് വലിയ മീൻ, ചെറിയ മീൻ, അതായത് പല മീനിനും പല റേറ്റാണ്. വലിയ മീനാണെന്നുണ്ടെങ്കിൽ റേറ്റ്, അതിൻ്റെ തൊട്ട് താഴിലാണെന്നുണ്ടെങ്കിൽ വേറൊരു റേറ്റ്, അങ്ങനെയാണ്. കാരണം വരാലെന്ന് പറയുന്ന മീൻ പല സൈസാവും. അപ്പോൾ പല സൈസാവുമ്പോൾ തന്നെ പല സൈസിനും പല റേറ്റാണ്. ഹോൾസെയിൽ അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ലോഡാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 ഡ്രമ്മോളം നമ്മൾ തൂക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കെട്ടി വെച്ച ഒരു 7 ഡ്രമ്മോളം നമ്മൾ തൂക്കി മാറ്റി വെച്ചാണെങ്കിൽ ബാക്കിയുള്ള എൻ്റെ പരിപാടി കൂടി നോക്കാം. എന്താ പാട്? ഇതൊക്കെ
ഈ കാണുന്ന ഡ്രമ്മുകളൊക്കെ കെട്ടി വെച്ചാണ് കേട്ടോ. ഇതാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളെ വലിയ ടാങ്കാണ് ഈ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വലിയ ടാങ്ക് കാണിച്ചിരുന്നില്ല. അതെ, ഇതാണ് വലിയ ടാങ്കിൽ. ഇപ്പോൾ വല കഴിഞ്ഞില്ലേ? ഇതേ വല നോക്കി കൊടുക്കും. ഇതാണ് വലിയ ടാങ്ക്. വണ്ടിയിലിതാ വള്ളം, മീനിൽ വെള്ളം ആക്കുന്നുണ്ട്. വെള്ളം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഡ്രമ്മിലും ഞങ്ങൾ വെള്ളമാക്കിയിട്ടാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് ക്യാമറ നേരെ പിടിക്കരുത്. ഇല്ല, വിട് വിട്, കാലെടുക്ക്. അത് കാണിച്ചതാ. വെള്ളം നിറച്ചു, ആകെ നനഞ്ഞു കുളിച്ചു. ഞങ്ങളാണ് തന്നെ, മീനല്ല അല്ലേ? ഞങ്ങള് ഉസാറായിട്ട് വെള്ളമൊക്കെ നിറച്ച്, വെള്ളം കൂടി വേറെ റമ്മുണ്ട്, വേറെ ഡ്രമ്മുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് അടിയത്തെ ഒരു ലെയർ നിറച്ചിട്ടാ ഇനി രണ്ടാമത്തെ ലെയർ നിറയ്ക്കാൻ വേണ്ടി പോവാ. എങ്ങനെയുണ്ട് ലുക്ക് പണി? അടിപൊളിയല്ല, വള്ളക്കളിയാണ്. വെള്ളക്കളി ഇവിടെ താഴുവോ? എവിടെ താവണം? അച്ഛൻ വണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. എന്താ ഇവിടെ അങ്ങനെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധ്യ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാണ് ചേട്ടന്. ഒന്ന് എന്നെ നോക്കട്ടെ കേട്ടോ. ഇതുകൂടി ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ 1.15 അല്ലേ? 1.15. അപ്പോൾ അതാ വണ്ടി ഫുൾ ലോഡായി. പോവല്ലെന്നാ. അപ്പം ഇനി പോവുകയാണ്. ഇതേ പോവല്ലേ? വണ്ടി ഫുൾ ലോഡായിട്ടാ. വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറും ക്ലിയർ വാട്ടർ ആട്ടാ, വേസ്റ്റ് വെള്ളമൊന്നുമല്ല. കണ്ടാ, വെറും പച്ചവെള്ളം. വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം, നല്ലൊരു കുഴപ്പമില്ല.